നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ എക്സൈസ് ഓഫീസറിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതാദ്യം കാണുക, എന്നിട്ട് ഈ ക്ലാസ് കാണുക കേട്ടോ. ഒരു ഓർഡറിൽ പോവുക. പോലെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിലല്ലേ എടുക്കുന്ന കാര്യങ്ങൾ അത് ഡേ ബൈ ഡേ ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അല്ലെ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓവർലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം എന്ത് ചെയ്യുക, എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് അങ്ങനെ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അല്ലേ ഒരു ലെക്ചർ നോട്ടായിട്ട് എഴുതുക. അല്ലെ ഓരോ സെക്ഷൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യുക, ചെറിയൊരു ലെക്ചർ നോട്ടായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അത് എഴുതിയിട്ട് അതൊരു 2-3 പ്രാവശ്യം ഡെയിലി റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത എന്നാ ക്ലാസ് വരുന്നത് ആ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. അല്ലാതെ ലാസ്റ്റിലെ പരീക്ഷ എടുക്കാനാവുമ്പോൾ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പഠിക്കാൻ നിൽക്കരുത്. എല്ലാ സെക്ഷൻസും എല്ലാ വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൺഫ്യൂഷൻ ആകും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ. എന്തൊക്കെയാണ് എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ, അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞല്ലേ, അബ്കാരി ആക്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. നമ്മളറിയാം അബ്കാരി എന്ന് പറഞ്ഞാൽ എന്താ, ടാക്സ് ഓർ റവന്യൂ ആണെന്ന് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ അബ്കാരി ആക്ട് അല്ലേ, വൺ ഓഫ് എന്തെന്നാ പറഞ്ഞത്, ഏതാണ് ആ വർഷം? ഏതാണ് ആ വർഷം? നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. അബ്കാരി ആക്ട് വൺ ഓഫ് ഏതാണ്? 1077 അല്ലേ, 1077 അല്ലേ. ഈ ഒരു പേരിലാണ് അബ്കാരി ആക്ട് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 1077 എന്ന് പറയുന്നത് എന്താണ്? അതൊരു കൊല്ല വർഷമാണ് അല്ലേ. യഥാർത്ഥ വർഷം എന്ന് പറയുന്നത് എന്താണ്? 1902 ഓഗസ്റ്റ് 5 ആണ് അല്ലേ. ആ ഒരു വർഷമാണ് എന്ത് പാസ്സാക്കുന്നത്, നമ്മുടെ അബ്കാരി ആക്ട് പാസ്സാക്കുന്നത് അല്ലേ. കൊച്ചി രാജാവ് പാസ്സാക്കുന്ന ഈ ഒരു ആക്ട് എന്താണ്? 1902 ഓഗസ്റ്റ് 5. എല്ലാവരും പഠിച്ചിട്ടില്ലേ ഈ ഒരു വർഷം അല്ലേ? ഈ 2 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു പോകണം, തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ 1902 ഓഗസ്റ്റ് 5 അല്ലേ ഈ അബ്കാരി ആക്ട് പാസ് ചെയ്യുന്നത്. പിന്നെ അല്ലേ 1967 മെയ് 11 അല്ലേ, നിങ്ങൾ പഠിച്ച വർഷമല്ലേ. എന്താണ് ഈ 1967 മെയ് 11 എന്ന് പറയുന്നത് അല്ലേ? കേരള രൂപീകരണത്തിന് ശേഷം അല്ലേ, തിരുവിതാംകൂറിലും അതുപോലെ മലബാറിലും കൊച്ചിയിലുമായിട്ട് നിലനിന്നിരുന്ന അബ്കാരി ആക്ടുകളെല്ലാം കൂടി എന്ത് ചെയ്തു, ക്രോഡീകരിച്ചുകൊണ്ട് അല്ലേ, ഒരു ഏകീകരിച്ചുകൊണ്ട് ഒരൊറ്റ നിയമമായിട്ട് പാസ്സാക്കുകയുണ്ടായി. അതാണ് ഇന്ന് നിലവിൽ കാണുന്ന അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. 1967 മെയ് 11 പാസ്സാക്കിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയില്ലേ നമ്മൾ കുറച്ച് സെക്ഷൻസിനെ പറ്റി പറഞ്ഞു അല്ലേ. സെക്ഷനിലെ ഫസ്റ്റ് സെക്ഷൻ ഏതായിരുന്നു അല്ലേ, ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. ഏതാണ് ഫസ്റ്റ് സെക്ഷൻ? നമ്മൾ ഫസ്റ്റ് സെക്ഷൻ പറഞ്ഞത് സെക്ഷൻ 6 ആണ് അല്ലേ. സെക്ഷൻ 6 അല്ലേ. 6 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 6 നിങ്ങളൊന്ന് മൈൻഡിലൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എന്താണ് സെക്ഷൻ 6 എന്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ എന്താണ്, ഇറക്കുമതി അല്ലേ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്, ഇറക്കുമതിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഇമ്പോർട്ട് ആണ് അല്ലേ. എന്താണ്, ഇമ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞല്ലേ. ഇമ്പോർട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വകുപ്പ് ഏതാണ്? സെക്ഷൻ 6 ആണ് അല്ലേ. മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് ഏത്? സെക്ഷൻ 6. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 7 എന്തായിരുന്നു? സെക്ഷൻ 7 എന്തായിരുന്നു അല്ലേ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇവിടുന്ന് ഇറക്കുമതി ആണെങ്കിൽ നേരെ അല്ലേ കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എന്താണ്, കയറ്റുമതിയാണ്. കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 7 ആണ് അല്ലേ. പഠിച്ചിട്ടില്ലേ എല്ലാവരും? ഇനി അടുത്തതല്ലേ സെക്ഷൻ 8 ആണ് അല്ലേ. സെക്ഷൻ 8 എന്താ, അത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. സെക്ഷൻ 8 നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്, ചാരായം അല്ലേ. ചാരായവുമായി ബന്ധപ്പെട്ട അതിന്റെ നിർമ്മാണം, അതുപോലെ എന്താണ് അത് കൈവശം വെക്കല്, അതിന്റെ ഇറക്കുമതി കയറ്റുമതി അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 ആണ് അല്ലേ. എല്ലാവർക്കും അറിയില്ലേ? ഇനി അടുത്ത സെക്ഷൻ ഏതാ പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 8 1 അല്ലേ. സെക്ഷൻ 8 1 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. നമ്മൾ 8 എന്താണ്, ചാരായമാണ്. അപ്പൊ ചാരായവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സബ്സെക്ഷൻ ആണ് സെക്ഷൻ 8 1, അതുപോലെ സെക്ഷൻ 8 2. 8 1 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 8 1 എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? 8 1 എന്താണ് അല്ലേ? ചാരായം, ഒരു വ്യക്തി എന്താണ്, ഒരു പെർമിറ്റും ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അത് കൈവശം വെക്കുകയോ പിന്നെ ആർക്കെങ്കിലും കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 8 1 ഓക്കെ, അപ്പൊ സെക്ഷൻ 8 1 എന്താന്ന് കിട്ടിയില്ലേ? ഇനി സെക്ഷൻ 8 2 അല്ലെ. 8 2 എന്താ പറയുന്നത് അല്ലെ, ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു പെർമിറ്റ് ഒന്നും ഇല്ലാതെ ഈ ചാരായം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ കൈവശം വെക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 8 2 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ശിക്ഷ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ശിക്ഷ എന്താണ്?
ശിക്ഷ എന്താണ് അല്ലെ? ശിക്ഷ നമ്മൾ ആദ്യത്തെ ശിക്ഷ പഠിച്ചു. എന്താണ് അല്ലെ? അത്യാവശ്യം കഠിന തടവാണ് കിടക്കുന്നത് അല്ലെ? 10 വർഷമാണ് അല്ലെ? 10 വർഷം തടവാണ്. 10 വർഷം തടവും പിന്നെന്താണ് ഫൈൻ എന്താണുള്ളത്? ഫൈൻ എന്താണ്? 1 lakh ആണ് അല്ലെ? 1 ലക്ഷം രൂപയാണ് ഫൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് ശിക്ഷ? 10 ലക്ഷം അല്ലെ? 10 വർഷം തടവും 1 ലക്ഷം രൂപയാണ് പിഴ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണല്ലേ കഴിഞ്ഞ ഓക്കെ. സെക്ഷൻ ഒന്നുകൂടി ഉണ്ട്, സെക്ഷൻ 10 അല്ലെ? സെക്ഷൻ 10 എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു അല്ലേ, സെക്ഷൻ 10 മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെക്ഷൻ 10 എന്താന്ന് പറഞ്ഞു അല്ലെ? ഇത്രയും നേരം നമ്മൾ എന്താണ് അത് നിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞത് അല്ലേ? എന്നാൽ സെക്ഷൻ 10 എന്താണ്? ഈ ഒരു മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും എന്താണ് കടത്തല് അനുവദിച്ചുകൊണ്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 10 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 10 എന്താണ് അല്ലെ? മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ കടത്തലുമായി ബന്ധപ്പെട്ട അനുവാദം അല്ലെ? അതിനുള്ള പെർമിറ്റിനെ കുറിച്ചിട്ടല്ല, അതിനുള്ള അങ്ങനെ കടത്താൻ അനുവാദത്തോടു കൂടി കടത്താമെന്ന് പറയുന്ന സെക്ഷനാണ് ഇത് സെക്ഷൻ 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് മൈൻഡിലേക്ക് ഒന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊന്ന് റിവൈസ് ചെയ്തെടുത്ത് പോകുന്നത്. ഇങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലാസ് കറക്റ്റായിട്ട് കാണുക, അതെന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ലെക്ചർ നോട്ട് നിങ്ങൾ തയ്യാറാക്കുക. അല്ലെങ്കിൽ നമുക്കിതൊന്ന് പ്രിന്റ് എടുത്ത് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി കൊണ്ടുപോകുക. അല്ലാതെ കഥ പോലെ നിങ്ങളൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ജസ്റ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് എഴുതുക. ഓക്കെ, അങ്ങനെ സെക്ഷനും അതുപോലെ വർഷങ്ങളും അങ്ങനെ എഴുതി കൊണ്ടുപോവുക. അത് നിങ്ങൾ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് അറിയാൻ പറ്റും. അതല്ലാതെ എഴുതി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് പ്രിന്റ് എടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളിത് എന്താണ് PDF അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതൽ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നതിലാണ് കാര്യം. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് നോക്കാം. ഓക്കെ അല്ലേ, നമ്മൾ സെക്ഷൻ 10 വരെയാണ് പറഞ്ഞത് അല്ലേ? ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള സെക്ഷനാണ് ഏതാ? സെക്ഷൻ 11 കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ലഹരിയോ അല്ലെങ്കിൽ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്താണ് കടത്തുന്നത് അനുവാദത്തോട് കൂടിയിട്ട് കടത്താമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു അനുവാദം അല്ലെ, ഈ അനുവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റ് ആണ്. ഗവൺമെന്റിന്റെ പ്രത്യേകം പെർമിറ്റോട് കൂടിയിട്ടാണ് കടത്താൻ പറ്റുക എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പെർമിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് എന്താ? സെക്ഷൻ 11 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെർമിറ്റുകളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാടാ? സെക്ഷൻ 11 ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചത് ഏതാണ്? സെക്ഷൻ 11. എന്താണ്? പെർമിറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പെർമിറ്റ് എന്ന് പറഞ്ഞത്? നമുക്ക് എങ്ങനെയല്ലേ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്താം, പക്ഷെ എന്തോട് കൂടിയിട്ട്? പെർമിറ്റോട് കൂടിയിട്ട് കടത്താം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പെർമിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 11 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലെ, നിങ്ങളോടൊരു ചോദ്യം, ആരാണ് ഈ ഒരു പെർമിറ്റ് നൽകുന്നത്? നമ്മൾ പറഞ്ഞില്ലേ പെർമിറ്റോട് കൂടി കടത്താമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഒരു പെർമിറ്റ് നൽകുന്നത്? ആരാണ് അല്ലെ? കമ്മീഷണർ അല്ലെ? ആരാണ് നമുക്ക് നൽകുന്നത്? കമ്മീഷണർ. അല്ലെങ്കിൽ ആരാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഇങ്ങനെ ഒരു പെർമിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമിച്ചിട്ടുള്ള അല്ലെ, ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥനായിരിക്കും. ഓക്കെ, അപ്പൊ ആരാണ്? ഒന്നെങ്കിൽ കമ്മീഷണർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ അല്ലെ ഈ പെർമിറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിയോഗപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥനോ ആയിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന കാര്യമാണോ? അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും കിട്ടുന്നതാണോ? അല്ലെ, നാളെ നമ്മൾ പോയിക്കൊണ്ട് ഒരു പെർമിറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ലല്ലേ. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു പ്രത്യേക കാലയളവിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭങ്ങളിലേക്ക് മാത്രമാണ് ഈ ഒരു പെർമിറ്റ് അനുവദിച്ച് കിട്ടുക. അതും എല്ലാവർക്കും കിട്ടുമോ? ഇല്ലല്ലേ. അതായത് പ്രത്യേക ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു പെർമിറ്റ് കിട്ടുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് പെർമിറ്റ് കിട്ടുക അല്ലെ? അപ്പൊ ആരാണ് ഈ ലൈസൻസ് ഉള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അല്ലെ? നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് എന്തുണ്ട്, ഒരുപാട് ബാറുകളൊക്കെ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ അവരൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന എന്താണ്? പ്രത്യേക ലൈസൻസോട് കൂടിയിട്ടാണ് അല്ലെ? അപ്പൊ ഈ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് എന്ത് കിട്ടുള്ളൂ അല്ലെ? ഒരു പ്രത്യേക കാലയളവിലേക്കോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലോ മാത്രമേ ഇവർക്ക് ഒരു പെർമിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു പെർമിറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഈ ഒരു പെർമിറ്റിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ? ഒരു പെർമിറ്റിൽ ഒരാൾക്ക് ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ലൈസൻസ് ഉള്ള വ്യക്തിക്ക് ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെർമിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? എന്തൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ? ഈ ഒരു ലഹരിയോ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേരുണ്ടായിരിക്കണം അല്ലെ? ആ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേരുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? രണ്ടാമത് എന്താ പറഞ്ഞത് അല്ലെ? ഇതിന്റെ ഒരു കാലയളവ് അല്ലെ, പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു അല്ലേ പ്രത്യേക ഒരു കാലയളവിലേക്കാണ് ഇത് കൊടുക്കുന്നതെന്ന്. അപ്പൊ ആ ഒരു കാലയളവ് പ്രത്യേക ആ പെർമിറ്റിൽ ഉണ്ടായിരിക്കണം.
ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇത് കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേരുണ്ടാവണം, അതുപോലെ ഈ ഒരു പെർമിറ്റിന്റെ കാലയളവ് ഉണ്ടായിരിക്കണം. കൂടാതെ അല്ലേ നമുക്ക് തോന്നിയ അളവിൽ കൊണ്ടുപോകാൻ പറ്റുമോ? തോന്നിയ അളവിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലേ. പെർമിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക അളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പ്രത്യേക അളവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു അളവിൽ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ആ പെർമിറ്റിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? ആ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേരുണ്ടാകണം. പിന്നെ അല്ലേ എന്താണ്, പെർമിറ്റിന്റെ കാലയളവ് ഉണ്ടായിരിക്കണം. പിന്നെ അല്ലേ ഇത് പ്രത്യേക അല്ലേ എന്താ പറഞ്ഞ അളവ്, ഇതിന്റെ എത്രയാണോ കൊണ്ടുപോകുന്നത് അതിന്റെ അളവും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും ഈ ഒരു പെർമിറ്റിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇത് ലൈസൻസ് ഉള്ള ആൾക്ക് മാത്രമേ പെർമിറ്റ് കൊടുക്കുകയുള്ളൂ എന്നല്ലേ. പിന്നെ ഒരു അടുത്ത ചോദ്യമാണ്, ഇപ്പോൾ പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള വ്യക്തി അല്ലെ നടത്തുന്ന ഒരു സ്ഥാപനമല്ല ഒരു ബാറ്, ആ ബാറിലെ ഒരു ജീവനക്കാരന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റൂലേ. അപ്പോൾ എന്താണ്, ബാറിൽ അതായത് ഇപ്പം ലൈസൻസ് ഉള്ള വ്യക്തി അല്ലെ, ലൈസൻസ് ഉള്ള വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അല്ലെ ഈ നിയമ സംരക്ഷണത്തോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സെക്ഷൻ 11 പഠിച്ചുട്ടോ. അപ്പോൾ സെക്ഷൻ 11 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പെർമിറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ള സെക്ഷനാണ് സെക്ഷൻ 15നെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 11 പറഞ്ഞു. അടുത്തത് എന്താണ് പറയാൻ പോകുന്നത്? 15നെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 15 എന്താ? 15 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മൾ സെക്ഷൻ 6ഉം 7ഉം എന്താ പറയുന്നത്? അല്ലെ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി ഒന്നും പാടില്ല എന്നാ പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ 15 പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ വിൽപ്പന പാടില്ല എന്നാണ്. ഓക്കെ, അപ്പൊ കള്ള് ഒഴികെയുള്ള മറ്റു മദ്യവും അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന, ഓക്കെ, വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 15 ആണ്. ഓർത്ത് വെച്ചേക്കുക. വിൽപ്പനയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് ഏത്? 15. എന്താണ്? മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15 ആണ്. ക്ലിയർ അല്ലേ? അതുപോലെ അല്ലേ അടുത്തൊരു പോയിന്റ് ആണ്, കള്ള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് ഇല്ലാതെയും തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് അത് വിൽക്കുവാനോ സാധിക്കുന്നതാണ്. അതായത് അല്ലേ പരമ്പരാഗതമായിട്ടല്ലേ കള്ള് ചെത്തൽ തൊഴിലാളികൾ ഉണ്ടായിരിക്കും. അവർക്ക് എന്താണ് പ്രത്യേക ലൈസൻസിന്റെ ആവശ്യമില്ല. അവർക്കത് ലൈസൻസ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. അങ്ങനെ അതെന്ത് ചെയ്യാം? അവർക്ക് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? കൊടുക്കാൻ പറ്റും അല്ലെ. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കള്ള് ചെത്തിയെടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ സെക്ഷൻ 15 നമ്മൾ എന്താ പറഞ്ഞത്? സെയിലിലെ, അതായത് വിൽപ്പന പാടില്ല എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന സെക്ഷനാണ് സെക്ഷൻ 21. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ സെക്ഷനാണ്. അതായത് 11 എന്താന്ന് പറഞ്ഞു, 15 എന്താന്ന് പറഞ്ഞു. ഇനി നോക്കാൻ പോകുന്നത് ഏതാണ്? സെക്ഷൻ 21 ആണ്. ഓക്കെ, എന്താണ് 21 പറയുന്നത്? ലൈസൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ കള്ള് ചെത്തുന്നവർക്ക് നൽകുന്ന ലൈസൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21 ആണ്. നമുക്കറിയാം പരമ്പരാഗതമായിട്ട് ചെത്തുന്നതല്ലാതെ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അല്ലെ കള്ള് ചെത്തുന്നതിന് എന്താണ്? ലൈസൻസ് ഒക്കെ വേണം. അപ്പോൾ അവരെ ആ ഒരു ലൈസൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21 ആണ്. അപ്പോൾ കള്ളുമായി ബന്ധപ്പെട്ടല്ലേ അതിന്റെ കള്ള് ചെത്തുന്നവർക്കുള്ള ലൈസൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 21 ആണ്. ഓർത്ത് വെച്ചേ 3 സെക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേ. എന്തൊക്കെയാണ്? 11 എന്താണ്? പെർമിറ്റ്. 15 എന്താണ്? മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ വിൽപ്പന അല്ലെ, അതെന്താണ്? സെയിലാണ്. വിൽപ്പന പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് 15. 21 എന്താണ്? ലൈസൻസ് ആണ്. കള്ള് ചെത്തുന്നവർക്കുള്ള ലൈസൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഇത് 21. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇനി നമ്മൾ മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നോക്കാം അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും മദ്യം എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് മദ്യം എന്ന് പറഞ്ഞാല്? എന്താണ് മദ്യം? എന്താണ് മദ്യം എന്ന് പറഞ്ഞാൽ? ഓക്കെ, അതിന് മുന്നല്ലേ ഇതിന്റെ സെക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക. സെക്ഷൻ 3ൽ 10 കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഈ പറയുന്ന സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യാം? എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഓർഡറിൽ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇപ്പൊ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക ഏതിലാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 3ൽ 10 മദ്യത്തെ കുറിച്ച് പറയുന്നത് അല്ലെ. അപ്പൊ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യത്തിൽ എന്തൊക്കെ ഉൾപ്പെടുക അല്ലെ? നമ്മുടെ സ്പിരിറ്റ്, വൈന്, കള്ള്, ബിയർ, ചാരായം അങ്ങനെ തുടങ്ങിയ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള എല്ലാ പാനീയങ്ങളും എന്താണ്? മദ്യത്തിന്റെ കീഴിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എല്ലാ പാനീയങ്ങളും ഏതൊക്കെയാണ് അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ, കള്ളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്, ചാരായം ഉണ്ട്, ബ്രാൻഡിന്റെ, സ്കോച്ച്, അങ്ങനെ എല്ലാവിധ മദ്യങ്ങളും എന്താണ്? മദ്യത്തിന്റെ കീഴിൽ വരുന്നതാണ് ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പൊ മദ്യം എന്ന് പറഞ്ഞാൽ ഏത് സെക്ഷനാണ്? 3ൽ 10. ഇനി മദ്യത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് അത് നിർമ്മിക്കുന്ന
രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കുക. അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ആദ്യം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടായിട്ട് തരംതിരിക്കുക എന്ന് പറഞ്ഞല്ലോ അല്ലേ, അതേതാണ്? നമുക്കറിയാലേ രണ്ട് രീതിയിലാണ് നമ്മൾ മദ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. ഒന്ന് എന്താണ്, പുളിപ്പിച്ചെടുക്കും അല്ലേ, അതായത് ഫെർമെന്റ് ചെയ്തിട്ട് എടുക്കും. രണ്ടാമത് എങ്ങനെയാണ്, വാറ്റിയെടുക്കും അല്ലേ, അതായത് ഡിസ്റ്റിലേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഇപ്പം രണ്ട് രീതിയിലാണ് നമ്മൾ മദ്യം ഉണ്ടാക്കുന്നത്. ഓക്കെ, പുളിപ്പിച്ചെടുക്കുന്ന മദ്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അല്ലേ, നമുക്ക് അത്ര ഡേഞ്ചർ അല്ലാത്ത കാര്യങ്ങളാണ് അല്ലേ പുളിപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ കള്ള്, ബിയർ, വൈൻ ഒക്കെയാണ് അല്ലേ. ബിയർ, വൈന് അല്ലെ, ബിയർ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, ബാർലി മാൾട്ടിൽ നിന്നൊക്കെ പുളിപ്പിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പുളിപ്പിച്ചെടുക്കുന്ന മദ്യത്തെയാണ് എന്ത് പറയുന്നത് അല്ലെ, ഫെർമെന്റഡ് ലിക്വർ എന്ന് പറയുന്നതാണ് ഏത്, കള്ള്, ബിയർ, വൈന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ മദ്യത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ ഏതാണ്, പുളിപ്പിച്ച മദ്യം എന്ന് പറയുന്നു അല്ലെ. രണ്ടാമത്തെ മദ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്, വാറ്റിയെടുക്കുന്നതാണ് അല്ലെ, അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതാണ്, ചാരായം, അതുപോലെ കൊക്കോ ബ്രാൻഡി, സ്പിരിറ്റ്, അങ്ങനെ വിസ്കി, അതൊക്കെ എന്താണ്, വാറ്റിയെടുക്കുന്നതാണ് അല്ലെ, ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ കിട്ടിയില്ലേ. രണ്ട് രീതിയിലാണ് നമ്മൾ എന്താണ് മദ്യത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് അതിനെ ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയാണ്, ഒന്ന് പുളിപ്പിച്ചെടുക്കുന്ന രീതിയിലും പിന്നെ വാറ്റിയെടുക്കുന്ന രീതിയിലും. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്നത് അതിന്റെ അല്ലെ അതിൽ നിന്ന് കിട്ടുന്ന നികുതിയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് രീതിയിൽ തരംതിരിക്കാം. അതായത് നാടൻ മദ്യമെന്നും വിദേശ മദ്യമെന്നും. ഓക്കെ, എന്താണ് നാടൻ മദ്യവും അതുപോലെ വിദേശ മദ്യവും. നാടൻ മദ്യത്തിൽ നിന്ന് ഉൾപ്പെടുന്നത് അല്ലെ നമ്മുടെ പ്രാദേശികമായി കാണപ്പെടുന്ന മദ്യങ്ങളൊക്കെ അല്ലെ, കള്ള്, ചാരായം, അതൊക്കെ എന്താണ് നാടൻ മദ്യത്തിന്റെ ഇനത്തിൽപ്പെടുന്നതാണ്. എന്നാൽ വിദേശ മദ്യം എന്ന് പറഞ്ഞാലോ അല്ലെ, ഇതല്ലാത്ത മറ്റുള്ള സ്കോച്ച്, ബ്രാൻഡി, ഇതൊക്കെ എന്താണ് വിദേശ മദ്യങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നാടൻ മദ്യവും അത് അല്ലെ മദ്യത്തിന്റെ നികുതി ഈടാക്കുന്ന രീതിയിൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നതാണ് ഏതൊക്കെ, നാടൻ മദ്യമെന്നും വിദേശ മദ്യമെന്നും. ഇനി നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ്, നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ നമുക്കറിയാം പുളിപ്പിച്ചെടുക്കുന്നുമുണ്ട് അതുപോലെ വാറ്റിയെടുക്കുന്നുമുണ്ട്. ഇത് രണ്ടും ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ടെക്നിക്കൽ ടേംസിലൊക്കെ പോവാം അല്ലെ. നമ്മുടെ സിലബസിൽ അല്ലെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു അബ്കാരി ആക്ടിൽ ഒരുപാട് ടേംസുകളുണ്ട് അല്ലെ, നമുക്ക് ഒരുപാട് പദങ്ങൾ പരിചയപ്പെടാനുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചെറിയ ഡെഫിനിഷൻസും അത് ഏത് സെക്ഷനിൽ വരുന്നു ഒന്ന് നോക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യുക, അത് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്തെടുത്ത് വെക്കുക കേട്ടോ. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഓരോ പദങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അതിൽ ചില സെക്ഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നമ്മൾ അബ്കാരി റവന്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. എന്താണ് അബ്കാരി റവന്യൂ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സെക്ഷനുകളും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. 3-ലാണ് തുടങ്ങുക. ഓക്കെ, സെക്ഷൻസ് അതായത് ഡെഫിനിഷനിലെ ഓരോ പദങ്ങൾ അതിന്റെ നിർവചനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് 3-ലായിരിക്കും. അതിന്റെ സബ്സെക്ഷനിൽ മാത്രമാണ് എന്ത് മാറ്റം ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മദ്യം സെക്ഷൻ 3 സബ്സെക്ഷൻ 10-ലാണ് മദ്യത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ പറയാൻ പോകുന്നത് അല്ലെ അബ്കാരി റവന്യൂവിനെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 1-നെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഇനി നിർവചനങ്ങൾ ഇതുപോലുള്ള എല്ലാ നിർവചനങ്ങളും പറയുന്ന സെക്ഷൻ ഏതായിരിക്കും, 3-ആണ് എന്ന് ഓർത്ത് വെക്കട്ടാ. അതിൽ സബ്സെക്ഷൻ മാത്രമാണ് മാറുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാം അബ്കാരി റവന്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞല്ലേ അബ്കാരി എന്ന വേർഡ് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, എന്താണ് നിങ്ങൾ ഓർത്തെടുത്തേ, എന്താണ് അബ്കാരി എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, ടാക്സ് ഓർ റവന്യൂ ആണ് അല്ലെ. എന്തിൽ നിന്ന് കിട്ടുന്ന മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന അല്ലെ ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂ ആണ് എന്ത് അബ്കാരി റവന്യൂ എന്ന് പറയുന്നത്. ആ ഒരു റവന്യൂ ആ സെക്ഷൻ ആണ് ഏത്, സെക്ഷൻ 3-ൽ 1 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പറയാനുള്ളത്, ഓക്കെ അടുത്ത സെക്ഷൻ അല്ല അടുത്തൊരു വേർഡ് ഇതുമായി ബന്ധപ്പെട്ടില്ലേ നമ്മുടെ അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നമ്മുടെ മദ്യമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വേർഡാണ് മിശ്രണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മിശ്രണം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, മിസ്സാക്കി വെക്കുക അല്ലെ. അതായത് ഒരേപോലെ ഉള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, അതാണ് മിശ്രണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് മിശ്രണം എന്ന് പറഞ്ഞാൽ, ഒരേപോലെയുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ രണ്ട് തരം മദ്യത്തെ ഒന്നിച്ചാക്കുക എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് അർത്ഥമാക്കുന്നത്, ഒരേപോലെയുള്ളതോ അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തമായ വീര്യമുള്ളതോ ആയ രണ്ട് മദ്യത്തെ എന്ത് ചെയ്യുക അല്ലെ ഒന്നിച്ചാക്കുക. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, മിശ്രണം എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ, മിക്സ് ചെയ്ത് വെക്കുക. അതായത് ഏതെങ്കിലും രണ്ട് മദ്യം എടുത്തിട്ട് എന്ത് ചെയ്യുക, മിക്സ് ആക്കുക. അതാണ് ഈ ഒരു മിശ്രണം എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത വേർഡാണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത് അല്ലെ. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭരണശാലകളാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന മദ്യങ്ങളൊക്കെ നമ്മൾ എന്താ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അല്ലെ. അങ്ങനെ ഇതെന്തെയ്യുന്നു, ഇവർ കരാർ അടിസ്ഥാനത്തിൽ സ്ഥലം എടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവിടെ മദ്യമൊക്കെ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ സംഭരണശാലകളെയാണ് എന്ത് പറയുന്നത്, ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
അതിന്റെ സെക്ഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ ആ ഒരു വേർഡ് എന്താ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക അല്ലെ. ബോണ്ടഡ് വെയർ ഹൗസ് ആണ് അല്ലെ. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ എന്താണ്, സംഭരണശാലകളാണ്. അപ്പൊ മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, അത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വേർഡാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത വേർഡ് എന്താണ്, കോമ്പൗണ്ടിങ്. ഇതിനൊന്നും സെക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത സെക്ഷൻ എല്ലാം കൂടി പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാം കൂടി പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ നമ്മൾ പഠിക്കാൻ മറന്നു പോവുക ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്പിരിറ്റിൽ അതിൻ്റെ മണത്തിനോ അല്ലെങ്കിൽ രുചിക്കോ മാറ്റം വരുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റിൽ എന്താണ്, അതിൻ്റെ മണമോ രുചിയോ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൃത്രിമമായിട്ടുള്ള നിറമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പദാർത്ഥം അതിൽ ചേർക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ, മിശ്രണം പറഞ്ഞു, അതുപോലെ ബോണ്ടഡ് വെയർ ഹൗസ് എന്താന്ന് പറഞ്ഞു, കോമ്പൗണ്ടിങ് എന്താന്ന് പറഞ്ഞു അല്ലെ. എന്താ പറഞ്ഞത്, മിശ്രണം എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, ഏതെങ്കിലും രണ്ട് മദ്യത്തിലെ മിക്സ് ആക്കി വെക്കുക, ഒരേ വീര്യമുള്ളത് അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ള രണ്ട് മദ്യത്തെ മിക്സ് ആക്കി വെക്കുന്ന ഒരു പ്രോസസ്സാണ് മിശ്രണം എന്ന് പറഞ്ഞു. പിന്നെ ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, സംഭരണശാലകളാണ്. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന മദ്യങ്ങൾ എന്ത് ചെയ്യണം, കരാറടിസ്ഥാനത്തിൽ സ്ഥലം എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവര് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സംഭരണശാലകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടേം എന്താ പഠിച്ചത്, കോമ്പൗണ്ടിങ് ആണ്. എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, സ്പിരിറ്റിൽ അതിന്റെ മണത്തിനോ രുചിക്കോ മാറ്റം വരുത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലെ. മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും നിറമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദാർത്ഥം അതിൽ ചേർക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ചത് ക്ലിയർ ആണല്ലോ. അടുത്തലോട്ട് പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ചാരായത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ചാരായം അല്ലെ, നമ്മുടെ സെക്ഷൻ 3(6)A എന്തിനെ കുറിച്ച് പറയുന്നത്, ചാരായത്തെ കുറിച്ച് പറയുന്നത്. ഏതിനാണ്, സെക്ഷൻ 3(6)A. ഇവിടെ നിങ്ങൾ ഈ ഒരു വേർഡ്, ചാരായത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് പഠിച്ചു വെക്കട്ടോ. ഓക്കെ, എന്താണ് ഇംഗ്ലീഷ് വേർഡ്, എന്താണ്, അറാക്ക് എന്നാണ് പറയുക അല്ലേ. അപ്പൊ ചാരായത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്, അറാക്ക് ആണ് കേട്ടോ. ആ ഒരു വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് നമുക്ക് ഇതിന്റെ സെക്ഷൻ പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് ചാരായത്തിന് എന്താ പറയാ, അറാക്ക് എന്നാണ് കേട്ടോ. അപ്പൊ ചാരായം എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു മദ്യമാണ് അല്ലെ. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്, വാറ്റിയെടുക്കുന്ന മറ്റൊരു മദ്യമാണ് ചാരായം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സെക്ഷൻ ഏതാണ്, 3(6)A ആണ് കേട്ടോ. എന്താന്ന് ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 3 നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ നിർവചനങ്ങളും കൊടുക്കുന്ന സെക്ഷൻ ഏതാണ്, 3 അതിൽ സബ്സെക്ഷൻ മാത്രമാണ് മാറുക. ഈ ചാരായത്തെ പറയുന്ന സെക്ഷൻ ഏതാണ്, 3(6)A ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ കള്ള് അല്ലെ, കള്ളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കള്ള് ഏതാണ്, സെക്ഷൻ 3(8) ആണ് കേട്ടോ. സെക്ഷൻ 3(8) ഒന്ന് ഓർത്ത് വയ്ക്കുക അല്ലെ. കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്, കള്ള് എങ്ങനെ ഉണ്ടാക്കുക അല്ലെ, നമുക്കറിയാലേ, എന്താണ് പനമരങ്ങളിൽ നിന്ന് ചെത്തിയെടുക്കുന്ന അല്ലെ, പുളിപ്പിച്ചതോ അല്ലെങ്കിൽ പുളിപ്പിക്കാത്തതോ ആയിട്ടുള്ള എന്താണ് ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആ ഒരു പാനീയത്തെയാണ് എന്തെന്ന് പറയുന്നത്, കള്ള് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കല്ലേ തെങ്ങ്, അതുപോലെ പന, ഈന്തപ്പനത്തു നിന്നൊക്കെയാണ് ഇത് ചെത്തിയെടുക്കാറ് അല്ലെ. അതിനെ പുളിപ്പിച്ചെടുക്കുന്ന രീതിയിൽ ആ ഒരു പുളിപ്പിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ പുളിപ്പിക്കാതെയുള്ള ആ ഒരു പാനീയത്തെ എന്തെന്ന് പറയും, കള്ള് എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സെക്ഷൻ 3(8) കള്ളിനെ കുറിച്ച് നിർവചിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പം ആരും എന്ത് ചെയ്യാണ്ട് നിർവചനം അതിൻ്റെ സെക്ഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാത്ത കേട്ടോ. കള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്പിരിറ്റ് ആണ്. സെക്ഷൻ 3(9) സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത് അല്ലേ. സ്പിരിറ്റിലെ നമ്മൾ പറഞ്ഞു, സ്പിരിറ്റ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് വാറ്റിയെടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ വാറ്റിയെടുക്കുന്ന മദ്യമാണ് എന്തെന്ന് പറയുന്നത്, സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 3(9). അടുത്തൊരു പദമാണല്ലേ ബിയർ അല്ലേ, മദ്യം. ഏതാണ് ബിയർ എന്ന് പറയുന്നത്, ഏതാണ്, സെക്ഷൻ 3(11) ബിയറിനെ കുറിച്ച് പറയുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ബിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പുളിപ്പിച്ചെടുക്കുന്ന മദ്യമാണ് അല്ലെ, ഫെർമെന്റ് ചെയ്തെടുക്കുന്ന മദ്യമാണ് ബിയർ ഒക്കെ എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ഏതിൽ നിന്നാണ് അല്ലെ, ബാർലി മാൾട്ടിൽ നിന്നൊക്കെയാണ് എന്ത് പുളിപ്പിച്ചെടുക്കുന്നത്, ബിയറിലെ, അത് പുളിപ്പിച്ചെടുത്തുണ്ടാക്കുന്നതാണ് ബിയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ സെക്ഷൻ ഏതാണ്, സെക്ഷൻ 3(11). ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തൊരു വേർഡാണ് കൺട്രി ലിക്കർ. അതായത് എന്താണ്, നമ്മുടെ നാടൻ മദ്യം, അതുപോലെ വിദേശ മദ്യം ഉണ്ട് അല്ലെ. ആ വേർഡ് തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, നാടൻ മദ്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്തൊക്കെ കാണപ്പെടുന്നല്ല, അവിടെ നിർമ്മിക്കുന്ന മദ്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാടൻ മദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കള്ള്, ചാരായം ഒക്കെ എന്താണ്, നാടൻ മദ്യത്തിന് ഉദാഹരണമാണ്. സെക്ഷൻ 3(12) എന്തിനു പറയുന്നത്, നാടൻ മദ്യത്തെ കുറിച്ച് പറയുന്നത്. ഇനി വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണല്ലേ, വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന മദ്യമാണ്. സെക്ഷൻ 3(13) അതിനെ കുറിച്ച് പറയുന്നത്.
അല്ലെ ഏതൊക്കെയാണ് വിദേശ മദ്യത്തിൽ വരുന്നത്? നമ്മുടെ സ്കോച്ച്, ബ്രാൻഡി, അതൊക്കെ എന്താണ് വിദേശ മദ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഞാൻ സ്പീഡിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പദം എന്താ നിങ്ങൾ മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഇപ്പൊ കള്ളാണെങ്കിലും സ്പിരിറ്റ് ആണെങ്കിലും എന്താണെന്ന് ആ ഒരു വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്, അത് മാത്രമേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. ഇനി അതിന്റെ സെക്ഷൻ എന്ത് ചെയ്യാൻ ഞാൻ ഒരുമിച്ച് പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇതുമായി വിദേശ മദ്യവുമായി ബന്ധപ്പെട്ട് 2 പ്രധാന വേർഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, അതായത് FMFL എന്ന് പറയും. അതായത് എന്താ? വിദേശ നിർമ്മിത വിദേശ മദ്യം. ഓക്കെ, അതുപോലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. ഈ 2 വേർഡുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? FMFL, അതുപോലെ IMFL. എന്താണ് FMFL എന്ന് പറയുന്നത്? അല്ലെ, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, അതായത് വിദേശ നിർമ്മിത വിദേശ മദ്യം. അതുപോലെ IMFL എന്താണ്? ഇന്ത്യൻ നിർമ്മിത, അല്ലെ, ഇന്ത്യൻ മെയ്ഡ് ആണ്, ഇന്ത്യൻ മെയ്ഡ് വിദേശ മദ്യം. ഓക്കെ, അപ്പൊ രണ്ടും എന്താണ്? വിദേശ മദ്യമാണ് അല്ലെ. അത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ തമ്മിലാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കാം നമുക്ക്. എന്താണ് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറഞ്ഞാൽ? അല്ലെ, ഇവിടെ എന്താണ് പ്രത്യേകം പറയുന്നുണ്ട് അല്ലെ, വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് എന്താണ്? വിദേശത്ത് നിർമ്മിച്ച മദ്യം അല്ലെ, അതിന്റെ എല്ലാ പ്രോസസ്സും എവിടെയാണ് നടക്കുന്നത്? വിദേശത്താണ് നടക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മദ്യത്തെയാണ് എന്ത് പറയുന്നത്? വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സ്കോച്ച് ഒക്കെ എന്തിന്റെ ഉദാഹരണമാണ്? ഈ ഒരു വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ IMFL എന്താ നോക്കാം അല്ലെ. അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രത്യേകം നമ്മൾ പറയുന്നുണ്ടല്ലേ, ഇന്ത്യൻ നിർമ്മിതം എന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ്? ഇന്ത്യയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലെ. ഇന്ത്യൻ നിർമ്മിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു മദ്യം എന്ന് പറഞ്ഞത് എന്താണ്? വിദേശ മദ്യമാണ്. കൺഫ്യൂഷൻ ആയോ? അതായത് ഇപ്പം നമ്മുടെ വിദേശ മദ്യമാണ് ബ്രാൻഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്രാൻഡി എന്ത് ചെയ്യുന്നു? അല്ല, വിദേശീയരുടെ മദ്യമാണ് ഈ ബ്രാൻഡി എന്ന് പറയുന്നത്. ആ ബ്രാൻഡി എന്ത് ചെയ്യുന്നു? നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്ത് പറയും അല്ലെ? ഇന്ത്യ നിർമ്മിതമായിട്ടുള്ള വിദേശ മദ്യം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്നാൽ മറ്റേത് എന്താ പറഞ്ഞത്? വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അതിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ്? വിദേശത്താണ് നടക്കുന്നത്. അത് വിദേശീയരുടെ മദ്യവുമായിരിക്കും, അത് അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് മാത്രം അല്ലെ. അതിന്റെ കയറ്റുമതി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് മാത്രം. എന്നാൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശീയരുടെ ഒരു മദ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലിയർ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്. ഇത്രയും മതി കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇന്ന് പഠിച്ചിട്ടുള്ള സെക്ഷൻസ് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് സെക്ഷൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിൽ അല്ലേ ഡെഫിനിഷനിൽ കുറച്ച് തോനെ ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടല്ലേ ആദ്യം നമ്മൾ പഠിച്ചെടുത്ത സെക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ്? സെക്ഷൻ 11 അല്ലേ. ഓക്കെ, സെക്ഷൻ 11 അല്ലേ. എന്താണ് സെക്ഷൻ 11? നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ, ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? സെക്ഷൻ 11നെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. എന്താണ് സെക്ഷൻ 11? നിങ്ങളൊന്ന് ഓർത്തെടുത്തേ. എന്താണ് സെക്ഷൻ 11 അല്ലെ? പെർമിറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. എന്താണ് പെർമിറ്റ് അല്ലെ? നമ്മുടെ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് കിട്ടണം? പെർമിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കടത്താമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ പെർമിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 11 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 15 എന്താണെന്ന് പറഞ്ഞേ. സെക്ഷൻ 15 എന്താടാ സെക്ഷൻ 15? ഒന്ന് മനസ്സിൽ നിന്ന് റിവൈസ് ചെയ്തെടുത്ത് നോക്കിയേ. ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുത്തേ. ഓക്കെ, എന്താ 15 കിട്ടുന്നുണ്ടോ അല്ലേ? നമ്മൾ പറഞ്ഞു മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ സെയിൽ അല്ലേ, അതിന്റെ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 15 ആണ്. ഓർമ്മയില്ലേ? അപ്പൊ സെക്ഷൻ 15 എന്താണ്? മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 15 ആണ്. അങ്ങനെയെങ്കിൽ സെക്ഷൻ 21 എന്താ? സെക്ഷൻ 21 ഓർത്തെടുത്തേ. സെക്ഷൻ 21 എന്താണല്ലേ? കള്ള് ചെത്തുന്നവർക്കുള്ള ലൈസൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ലൈസൻസ് ആണ്. ലൈസൻസ് എന്തിനുള്ള ലൈസൻസാ? കള്ള് ചെത്ത് തൊഴിലാളികൾക്കുള്ള ലൈസൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഇത് സെക്ഷൻ 21. അപ്പൊ ഇന്ന് പഠിച്ച പ്രധാന സെക്ഷൻ ഏതൊക്കെയാ? സെക്ഷൻ 11 എന്താണ്? പെർമിറ്റുകളെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 15 എന്താണ്? വിൽപ്പന നിരോധിച്ചിരിക്കുന്നു അല്ലെ. എന്തിന്റെ വിൽപ്പന? മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണല്ലേ? അതിന്റെ നിരോധനമാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 15 പറയുന്നത്. സെക്ഷൻ 21 എന്താ? ലൈസൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. എന്ത് ലൈസൻസ് ആണ്? എന്തിനു വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ് അല്ലെ? കള്ള് ചെത്ത് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ലൈസൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഇത് സെക്ഷൻ 21. ക്ലിയർ അല്ലേ? ഈ 3 സെക്ഷൻ കിട്ടിയില്ലേ?
പഠിച്ചു പോവട്ടോ. എടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ക്ലാസ് കാണുന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് അല്ലേ ഒരു ചെറിയൊരു പോക്കറ്റ് നോട്ട് ആയാലും മതി, അതിൽ എന്ത് ചെയ്യുക, ഈ ഒരു സെക്ഷൻ മാത്രം എഴുതി വെച്ചാലും മതി. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളത് സ്വയം അല്ലേ ഓരോന്ന് എന്താന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അങ്ങനെ എഴുതി വെച്ച് പഠിക്കരുത്. അപ്പോൾ സെക്ഷൻ 11 മാത്രം എഴുതുക, അല്ലെങ്കിൽ സെക്ഷൻ 15 മാത്രം എഴുതുക. അപ്പോൾ സെക്ഷൻ 11 എന്താ നിങ്ങൾ മനസ്സിൽ തന്നെ പറയുക, ഇത് പെർമിറ്റിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 15 വിൽപ്പന നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അല്ലാതെ നിങ്ങൾ എഴുതി ഇങ്ങനെ വെച്ച് പഠിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളത് കണ്ടുകൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിൽ നിന്ന് അത് റിവൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും മറന്നു പോവില്ല. ക്ലിയർ അല്ലേ? ഇനിയില്ലേ, ഞാൻ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടില്ല കുറച്ച് സെക്ഷൻസ് പറഞ്ഞു തരാനുണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പം അതൊന്നും ജസ്റ്റ് നോക്കാം അല്ലേ. പ്രധാനമായിട്ടും അല്ലേ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എല്ലാ സെക്ഷനും എന്തിനാണ് ആരംഭിക്കുന്നത്, 3-ലാണ് ആരംഭിക്കുന്നത് അല്ലേ. അബ്കാരി ആക്ടിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിനിഷൻസ് എല്ലാതും എന്താണ്, സെക്ഷൻ 3-ലാണ്. അത് ഓർത്ത് വെക്കട്ടാ. അപ്പോൾ ചോദിക്കാൻ ചിലപ്പം ഡെഫിനിഷൻസ് എല്ലാ ടേംസിൻ്റെയും ഈ ഡെഫിനിഷൻസ് പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 3-ആണ്. അതിൽ സബ്സെക്ഷൻ മാത്രമാണ് അല്ലേ ഓരോന്നും എന്താന്ന് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ചാരായാണ്. ഓക്കെ, ഫസ്റ്റ് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ചാരായത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ചാരായ അല്ലേ. നമ്മൾ പറഞ്ഞു ചാരായത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്, അറാക്ക് എന്നാണ് അല്ലേ. എന്താണ് ഇംഗ്ലീഷ് വേർഡ്, അറാക്ക് എന്നാണ്. ഓക്കെ, ഇംഗ്ലീഷ് വേർഡ് ചാരായം എന്ന് ഓർത്ത് വെക്കുക, അറാക്ക് എന്നാണ്. ഇവിടെ നോക്കൂ, സെക്ഷൻ ഏതാണ്, നമ്മൾ പറഞ്ഞു സെക്ഷൻ 3-ആണ് ഡെഫിനിഷൻ. അതിന്റെ സബ്സെഷൻ 6A ആണ്. ഓക്കെ, എന്താണ് ചാരായത്തിന്റെ സബ്സെഷൻ 6A അല്ലേ. ഈ ഒരു വേർഡ് നോക്ക്, 6A എന്ന് പറഞ്ഞാൽ എന്താ, അറാക്ക് അല്ലേ. ആ ഒരു പ്രൊനൗൺസിയേഷൻ കിട്ടുന്നുണ്ടോ നോക്ക് അല്ലേ. 6A എന്ന് പറഞ്ഞാൽ എന്താ, അറാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ. അപ്പൊ അത് നമുക്ക് കിട്ടില്ലേ, സെക്ഷൻ 6 കിട്ടൂലടാ അല്ലേ. ചാരായം ഏതാണ്, സെക്ഷൻ 3-ൽ 6A ആണ്. ചാരായം എന്ന് പറഞ്ഞാൽ എന്താണ്, അറാക്ക് എന്നാണ് അല്ലേ മീനിങ്. അപ്പൊ അല്ലേ 6A അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തതിലോട്ട് പോകാമല്ലോ അല്ലേ. കള്ളിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 3-ൽ 8-ആണ്. ഓക്കെ, സെക്ഷൻ 3-ൽ 8-ആണ്. ഏതാണ്, സെക്ഷൻ 3-ലെ. സെക്ഷൻ 3 ഈ 3 ഒരിക്കലും മാറൂല. ഡെഫിനിഷൻ എല്ലാതും എന്തിനെ പറ്റിയിട്ട് എന്തിലാണ് പറയുന്നത്, 3-ലാണ് പറയുന്നത്. അതിലെ സബ്സെഷൻസ് ആണ് മാറുന്നത്. അപ്പൊ കള്ള് എന്താണ്, സെക്ഷൻ 3-ലെ ഏതാണ്, 3-ൽ സബ്സെഷൻ 8-ആണ് അല്ലേ. നമ്മൾ എന്താ പറയല്ലേ, കള്ള് കുടിച്ച ആൾക്കാരൊക്കെ അല്ലേ പാമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് കിടക്കുക എന്നൊക്കെ പറയില്ലേ. കള്ള് കുടിച്ചാൽ ഒരു സൈഡാവുന്നത് എങ്ങനെയാണ് അല്ലേ, പാമ്പ് പോലൊക്കെ ഇങ്ങനെ വളഞ്ഞ് കിടക്കും എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കില്ലേ, കള്ള് കുടിച്ചാൽ മാത്രം കേട്ടോ. കള്ള് കുടിച്ചാൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ കിടക്കുക എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ സെക്ഷൻ 3-ൽ 8 എന്താണ്, കള്ളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചാരായം എന്താണ്, സെക്ഷൻ 3-ൽ 6A അറാക്ക് അല്ലെ. അറാക്കാണ് ചാരായം, അതുകൊണ്ട് സെക്ഷൻ 3 6A. ക്ലിയർ അല്ലേ? കള്ളെന്താണ്, 3-ൽ 8 കിട്ടിയില്ലേ. അടുത്തത് സ്പിരിറ്റ് ആണ്. ഓക്കെ, സ്പിരിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 3-ൽ 9-ആണ്. അപ്പൊ അല്ലെ എങ്ങനെയാ ഓർത്ത് വെക്കാം, നിങ്ങൾ നോക്കുക 9-ആണല്ലേ, നമുക്ക് 9-നെയാണ് ഓർത്ത് വെക്കേണ്ടത്. എടാ നമ്മൾ ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എഴുതുമ്പോൾ അല്ലേ, സ്പിരിറ്റിലെ പി ഇവിടെ വരുന്നില്ലേ, എസ് കഴിഞ്ഞ അടുത്തത് പി ആണ് അല്ലേ. ഈ പീനെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ 9 ആയില്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്തൂടെ അല്ലേ. സ്പിരിറ്റില് പി ഉണ്ട് അല്ലേ, ഈ പീനെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ അത് 9 ആയി. അപ്പൊ സെക്ഷൻ 3 9-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം നമുക്ക് മദ്യം അല്ലേ. നമ്മൾ മദ്യം ആദ്യം നമ്മൾ പഠിച്ചു വെച്ചു അല്ലേ. മദ്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക. സെക്ഷൻ 3-ൽ 10-ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്, മദ്യത്തെ കുറിച്ച് പറയുന്നത്. എന്താണ്, സെക്ഷൻ 3-ൽ 10 അല്ലേ. 3-ൽ സബ്സെക്ഷൻ 10-ലാണ് മദ്യം. അത് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. മദ്യവുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാൽ എന്താണ്, സെക്ഷൻ 3-ൽ 10-ആണ്. അത് അങ്ങനെ പഠിച്ചു വെക്കുക. അടുത്തത് ബിയർ ആണ്. ബിയറിനെ കുറിച്ചിട്ടില്ല. ബിയർ ഏത് സെക്ഷനിലാണ് വരുന്നത്, ബിയറുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർവചനം പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 11. ഏതാണ്, സെക്ഷൻ 3 സബ്സെക്ഷൻ 11. ഇതെങ്ങനെയാണ് നമുക്ക് ഓർത്ത് വെക്കാം, ഇങ്ങനെ ഓർത്ത് വെക്കാം അല്ലെ. നമ്മൾ സബ്സെക്ഷനിലാണ് ഓർത്ത് വെക്കേണ്ടത് അല്ലെ. 11 അല്ലെ, സബ്സെക്ഷൻ ഏതാണ്, 11 അല്ലെ. 11 കാണുമ്പോൾ അല്ലേ, 1 കാണുമ്പോൾ 2 ഗ്ലാസ് വെച്ച പോലെ തോന്നുന്നില്ലേ അല്ലെ. രണ്ട് ഗ്ലാസ് ഇങ്ങനെ വെച്ച പോലെ അല്ലേ. നമ്മൾ 2 ഗ്ലാസ് ബിയർ കുടിച്ചു എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചൂടെ അല്ലെ. നമുക്ക് 2 ഗ്ലാസ് ബിയർ കുടിച്ചു എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ 1 എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഗ്ലാസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സെക്ഷൻസ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ വരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ രസകരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് പരീക്ഷാ ഹാളിൽ ഇത് കാണുമ്പോൾ എന്തായാലും ക്ലിക്ക് ആവും. ഓക്കെ, നിങ്ങളിത് ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷാ ഹാളിൽ കണ്ടാൽ പോലും നിങ്ങൾക്ക് അത് എന്താവും, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് സെക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലായിരിക്കും. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ടെക്നിക്കായിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പം എന്താ, നമുക്കത് ആ പരീക്ഷാ ഹാളിൽ എന്ത് ചെയ്യും, എത്ര വലിയ സ്ട്രെസ് ആണെങ്കിലും നമുക്ക് ആ ജസ്റ്റ് ഇല്ലേ, നമുക്ക് ആ ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ബിയർ എന്താ പറഞ്ഞത്, സെക്ഷൻ 3-ൽ 11-ആണ്.
ഇനി നാടൻ മദ്യവും വിദേശ മദ്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ. നാടൻ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കട്ടോ. സെക്ഷൻ 3 12 നാടൻ മദ്യം. ഓക്കെ, നാടൻ മദ്യം എന്താണ് 12 പറയുന്നത്. വിദേശ മദ്യം എന്താണ് 13 പറയുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 12 വിദേശ മദ്യം ആണെങ്കിൽ തൊട്ടടുത്തത് ഏതാണ് 12 കഴിഞ്ഞ് 13 അല്ലേ. സെക്ഷൻ 3 13 എന്തിൽ പറയുന്നത് വിദേശ മദ്യത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ നാടൻ മദ്യം എന്താണ് സെക്ഷൻ 3 12 വിദേശ മദ്യം സെക്ഷൻ 3 13. ഇനി വിദേശ മദ്യം നമ്മൾ രണ്ട് വിധത്തിൽ പറഞ്ഞു അല്ലേ. അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉണ്ട് അല്ലെ, ഇന്ത്യൻ മെയ്ഡ് വിദേശ നിർമ്മിതം, അതുപോലെ ഫോറിൻ മെയ്ഡ് വിദേശ മദ്യം ഉണ്ട്. അപ്പൊ അതിന്റെ സബ്സെക്ഷൻ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ 13 ആണെന്ന് ഓർക്കുക. ഓക്കെ, വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താ 13. അപ്പൊ അതിന്റെ രണ്ട് കാറ്റഗറി, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ 13A വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ ഏതാണ് 13B കേട്ടോ. അങ്ങനെ ഓർത്ത് വെക്കുക. അതായത് 13ന്റെ രണ്ട് സബ്സെക്ഷൻസുകൾ 13A 13B ഏതാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉണ്ട്, അതുപോലെ വിദേശ നിർമ്മിത വിദേശ മദ്യം ഉണ്ട് അല്ലേ. അപ്പൊ 13A 13B. ഓക്കെ, ക്ലിയർ അല്ലേ. ഈ സെക്ഷൻസ് ഒന്നും കൂടി നോക്കണോ? ഒന്നും കൂടി നോക്കാം. അപ്പൊ പറഞ്ഞ ഡെഫിനിഷൻസ് ഒന്നും കൂടി നോക്കാം അല്ലെ. ചാരായം അല്ലെ, ചാരായം എന്താണ്, ചാരായത്തെ കുറിച്ച് പറഞ്ഞ സെക്ഷൻ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ. ചാരായം എന്ന് പറഞ്ഞാൽ അറാക്കാണ്. അപ്പൊ അതിന്റെ അല്ലേ സെക്ഷൻ 3 6A അങ്ങനെ കിട്ടൂലേ. ഓക്കെ, ഇനി 2 കള്ള് അല്ലെ. കള്ളിനെ കുറിച്ച് പറഞ്ഞ എന്താണെന്നല്ലേ. കള്ള് എന്താണ്, നമ്മൾ കള്ള് കുറിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ കിടക്കാന്ന് വിചാരിക്കുക. അപ്പൊ സെക്ഷൻ 3 എന്താണ് 8. ഇനി സ്പിരിറ്റ് അല്ലെ. സ്പിരിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈ പീൻ ഒന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടു, എന്തായി 9 ആയി. സെക്ഷൻ 3 9 പറയുന്നു. പിന്നെ മദ്യം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചില്ലേ 3 10 എപ്പോഴും മനസ്സിൽ പറഞ്ഞ് പഠിക്കുക. എന്താണ് 3 10 മദ്യം. അടുത്തത് ബിയർ അല്ലെ. ബിയർ 3 11 ആണല്ലേ. നമ്മൾ പറഞ്ഞു 2 ഗ്ലാസ് പോലെ 11 ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. എന്താണ് അതെന്താണ് അല്ലെ, 2 ഗ്ലാസ് ബിയർ കുടിച്ചെന്നൊക്കെ ഓർത്ത് വെക്കുക. എന്താണ് ബിയർ അല്ലെ സെക്ഷൻ 3 11. ഇനി നാടൻ മദ്യവും വിദേശ മദ്യവും എന്താണ് 3 12 13 വിദേശ മദ്യത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ 13ന്റെ എയും 13ന്റെ ബിയും ആണെന്ന് ഓർത്ത് വെക്കട്ടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അധികം ഒന്നും പഠിക്കാനില്ല. പഠിക്കുന്നതൊക്കെ എന്താണ് എളുപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയല്ലേ ഞാൻ പഠിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. അറിയാത്ത പോയിന്റുകൾ ജസ്റ്റ് നിങ്ങളൊരു ലെക്ചർ നോട്ടായിട്ട് എഴുതുക. പിന്നെ വേറെ നിങ്ങൾക്ക് PDF ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആവശ്യം ഇല്ലാന്നാണ് തോന്നുന്നത്. കാരണം എന്ത് ചെയ്യുക, എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരു ലെക്ചർ നോട്ടിൽ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് ഒരു ദിവസം ഇടവിട്ടിട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ഇപ്പം ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആയല്ലോ. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സും രണ്ടാമത്തെ ക്ലാസ്സും കൂടി അതിൻ്റെ ലെക്ചർ നോട്ടും കൂടി പഠിച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത മൂന്നാമത്തെ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ സിലബസ് അല്ലേ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്ത് തരും. ആരും പേടിക്കേണ്ട. എല്ലാവരും ചോദിക്കുന്നുണ്ട് സിലബസ് കവർ ചെയ്ത് തരില്ലേ എന്നൊക്കെ. എന്തായാലും കവർ ചെയ്ത് തരും. അതിലൊരു യാതൊരു സംശയം വേണ്ട. നമ്മുടെ പരീക്ഷ എന്തായാലും എന്താണ് ഒരു മെയ് ജൂൺ മാസത്തിലൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ മുന്നേ നമ്മുടെ സിലബസും കവർ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ഒരു എക്സാം ഒക്കെ നടത്താം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് നല്ല പ്രാക്ടീസ് ആവും. നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അല്ലേ നമ്മുടെ മൊഡ്യൂൾ ഇപ്പോൾ ഫസ്റ്റ് അബ്കാരി ആക്ട് ആണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അതിന് 2-3 ക്ലാസ്സോട് കൂടിയിട്ട് അബ്കാരി ആക്ട് തീരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം ഒരു 2-3 ക്ലാസ്സിനുള്ളിൽ തീരുന്നതായിരിക്കും. അപ്പം എന്താ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. അപ്പോൾ ഓക്കെ, താങ്ക് യു.